നമസ്കാരം. പാകിസ്ഥാനിലെ പഞ്ചാബിൽ ലഷ്കർ ഭീകരർക്ക് നേരെ ഇന്നലെയാണ് അജ്ഞാതരുടെ ആക്രമണമുണ്ടായത്. ലഷ്കർ ഭീകരർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് നേരെ അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ 3 ലഷ്കർ ഭീകരർ മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതിലൊന്ന് ലഷ്കർ ഇ ത്വയ്ബയുടെ സ്ഥാപക മേധാവിയായിട്ടുള്ള ഹാഫിസ് സയ്യിദ് ആണ് എന്ന വാർത്തകളാണ് രാവിലെ മുതൽ വന്നിരുന്നത്. ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ നടന്ന അജ്ഞാതൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വലിയ വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെല്ലാവരും കേട്ടത്. പക്ഷേ ഇത് പാകിസ്ഥാനോ മറ്റേതെങ്കിലും ഏജൻസികളോ സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്ന ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാര് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വരികയാണ്. ഹാഫിസ് സയ്യിദ് അല്ല, മറിച്ച് അബു ഖാത്തൽ എന്ന ഒരു ഭീകരവാദിയാണ്, ലഷ്കർ ഭീകരനാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഏറ്റവും പുതിയ വിവരം. അബു ഖാത്തലും ഇന്ത്യ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഭീകരനാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏറ്റവും പുതിയ വിവരവുമായി നമ്മുടെ തത്വമയുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ള ചേരുകയാണ്. RP, എന്തൊക്കെയാണ് ഇന്നലെ നടന്ന അജ്ഞാതൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിശദാംശങ്ങൾ? കുമാറെ, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്ന നിലയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ലഷ്കർ ഇ ത്വയ്ബയുടെ സ്ഥാപകനാണ് ഹാഫിസ് സയ്യിദ്. മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരനാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ഒസാമ ബിൻ ലാദൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹാഫിസ് സയ്യിദാണ് കൊല്ലപ്പെട്ടതെന്ന് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന വാർത്ത അനുസരിച്ച് ഹാഫിസ് സയ്യിദ് അല്ല, മറിച്ച് അയാളുടെ ലഷ്കർ ഇ ത്വയ്ബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡർ അബു ഖാത്തൽ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അബു ഖാത്തൽ, ഖാത്തൽ സിന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന സിയാവൂർ റഹ്മാൻ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. അയാളാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അയാൾ ജലം ഏരിയയിൽ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അജ്ഞാതരായ 2 പേര് അയാളുടെ വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തുകയും വെടിവെക്കുകയായിരുന്നു. അപ്പോൾ ഇയാളെ റാവൽപിണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. ബാക്കി 2 പേര്, ഡ്രൈവറും ഒരു അനുയായിയും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഖാത്തൽ സിന്ധി ഇന്ത്യ അന്വേഷിക്കുന്ന ഭീകരവാദികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാളെ തേടുന്നുണ്ട്. ഇയാൾ NIA ചാർജ് ഷീറ്റിൽ പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2023 ജനുവരി മുതൽ ജൂൺ വരെ ജമ്മു കാശ്മീരിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങളുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്നായിരുന്നു. ഒരിടത്ത് ശിവഘോരി എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് പോയ തീർത്ഥാടകരെ ഒരു ബസ്സിൽ, ആ തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച ഒരു ആക്രമണം നടന്നിരുന്നു. അതിൽ കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ വേറെ ഒരു ജമ്മു കാശ്മീരിൽ തന്നെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ആക്രമണം നടന്നു. അവിടെയും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് 2023 ജൂണിലാണ്. മറ്റേ ആക്രമണം 2023 ജനുവരിയിലായിരുന്നു. അപ്പോൾ ഈ 2 ആക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായിട്ട് ഈ അബു ഖാത്തൽ ആണെന്ന് NIA തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലഷ്കർ ഇ ത്വയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ചീഫ് ഓപ്പറേഷണൽ കമാൻഡർ എന്ന നിലയിൽ ലഷ്കർ ഇ ത്വയ്ബയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, ഭാരതത്തിലേക്കുള്ള ഇൻഫിൽട്രേഷൻ, ഭാരതത്തിലേക്ക് ഇവരെ അതിർത്തി കടത്തി വിടുക, ഈ 3 പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിൻ്റെയും ചുമതല വഹിക്കുന്ന ആളായിരുന്നു ഈ അബു ഖാത്തൽ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇയാളുടെ മരണം എന്ന് പറയുന്നത് ISIയും ലഷ്കർ ഇ ത്വയ്ബയും ഉൾപ്പെടുന്ന ഭീകരവാദ നെറ്റ്വർക്കിന്, ഭാരതവിരുദ്ധ ഭീകര നെറ്റ്വർക്കിന് ഒരു വലിയ തിരിച്ചടിയാണ്. അബു ഖാത്തലാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇയാളും ലഷ്കർ ഇ ത്വയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഹഫീസ് സയ്യിദിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്. ഹഫീസ് സയ്യിദ് കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ട അബു ഖാത്തലും. നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളയാളാണ്. നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ്. ഇന്ത്യ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സൂത്രധാരൻ തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി അജ്ഞാതൻ്റെ ആക്രമണത്തിന് ഇരയാകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ EduBix ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ.
ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.